ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ഒരു പെയിൻറ്റിങ് ചെയ്താലോ? ഒരു ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഭാഗവും പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഫസ്റ്റ് ഒരു നീല കളറാണ് എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, അവിടെയൊക്കെ നിങ്ങൾ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോസും ഐയും ലിപ്പും എല്ലാം നോസും ഒക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഉണ്ണിക്കണ്ണനൊക്കെ വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷവും നമുക്കുണ്ടാവുന്ന സന്തോഷമൊക്കെ വളരെ വലുതാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീഡിയോയിൽ നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുക, എന്തെങ്കിലും ചെയ്യുക കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ ഹെയർ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ആ മുടി ഇഴകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേ കളറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ താമരയ്ക്ക് റോസ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചിത്രം വരയ്ക്കാൻ നമുക്ക് പാരമ്പര്യമായിട്ട് കഴിവ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യവും നമുക്ക് അത് ചെയ്യാൻ നമ്മൾ കണ്ടെത്തുന്ന സമയവും നമ്മുടെ കോൺസെൻട്രേഷനുമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ആർക്കും ചിത്രം വരയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ നിങ്ങൾ എന്തായാലും വരച്ചു നോക്കുക. ലാസ്റ്റ് ഒരു മയിൽപ്പീലി കൂടി വരച്ചു കൊടുത്താൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പെയിൻറ്റിങ് റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.